തുടർച്ചയായി അതിഥികളെ ഊട്ടി ശ്രദ്ധേയനായി കാക്കമുരുകൻ. അതിഥികളായി എത്തുന്നത് 35ഓളം വരുന്ന കാക്കകളും അണ്ണാൻ കുഞ്ഞും ചിത്തിരക്കിളികളും അടങ്ങുന്ന വ്യത്യസ്ത ജന്തുജാലങ്ങൾ. 13 വർഷം മുടങ്ങാതെ അവർക്ക് ഭക്ഷണം നൽകി വരികയാണ് തലസ്ഥാന നഗരവാസിയും തട്ടുകടക്കാരനുമായ മുരുകൻ. കൗതുക കാഴ്ചകളിലേക്ക്. കൗതുകകരമായ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ പല പ്രദേശങ്ങളും നടക്കാറുണ്ട്. ഇവിടെയും നമ്മളൊരു കൗതുക വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. കാക്കയ്ക്കും അതുപോലെ തന്നെ പരുന്തിനും അതുപോലെ തന്നെ അണ്ണാനുമൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരാൾ. നമ്മളൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട്, പക്ഷേ ഇത് വളരെ വിചിത്രമാണ്. ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ഈ കാക്കകൾ നിങ്ങൾ കണ്ടു. 32ഓളം കാക്കകൾ ഉച്ചയ്ക്ക് ഒരു 1:15 ആകുമ്പോൾ ഇവിടെ വരാറുണ്ട്. അതിന് ആഹാരം കൊടുക്കുന്ന ചേട്ടനാണ്. നമുക്ക് ആ ചേട്ടനെ കുറിച്ചും ചേട്ടൻ്റെ പേരും ചേട്ടൻ എന്താണ് ഇത് എങ്ങനെയാണ് എത്ര കാലം കൊണ്ട് ഇത് വരുന്നത് എന്നൊക്കെ നമുക്കിത് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം, എന്താ പേര്? മുരുകൻ. മുരുകാന്ന് വിളിക്കും. ഈ കാക്കകൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ടോ കാക്ക മുരുകാന്ന് വിളിക്കുന്നത്? അപ്പോൾ ചോദിക്കാനുള്ള മറ്റൊന്നുമല്ല, ഈ എത്ര കാലമായി ഇങ്ങനെ ഈ കാക്കകൾ വരുന്നു, അതിനെ ഒന്ന് വിവരിക്കാമോ? ഇതിന്റെ തുടക്കം മുതൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെന്നും ആഹാരം കൊടുത്തത് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? 2009 മുതൽ വരാൻ തുടങ്ങി. ഇപ്പോൾ 13 കൊല്ലം കൊണ്ട് വരാനും. ഫസ്റ്റ് ഒരെണ്ണമായിരുന്നു, ഇപ്പോൾ 32 കാക്കകൾ. ഇങ്ങനെ വായില്ലാ ജീവങ്ങൾ ചിത്ര, അണ്ണ, ഉപ്പയും എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നുണ്ട്. ഇത് എങ്ങനെ വീട്ടിലും കൊടുക്കാറുണ്ടോ? വീട്ടിൽ 15 ഉണ്ട്. അത് രാവിലെ കൊടുക്കും, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും. പിന്നെ 3:30 ഇവർക്ക് ആഹാരം ഉണ്ടാക്കി കൊണ്ടുവരും. 3:30 വീട്ടിൽ നിന്ന് ആഹാരം ഉണ്ടാക്കി കൊണ്ടുവരും. അത് 3:30 ആഹാരം കഴിക്കാൻ വരുന്ന ആരൊക്കെയാ? അത് കാക്കയുണ്ട്, അണ്ണാനുണ്ട്, പരുന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാക്കയും അണ്ണാനൊക്കെ പോയി പറഞ്ഞാണ് ഇങ്ങനെ അവിടെ ഉച്ചയ്ക്ക് ആഹാരം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എത്തണമെന്ന് പരുന്തിനോട് പറഞ്ഞാണ്. ഇത് എവിടെ നിന്നാണ് ശരിക്കും ഈ അണ്ണാനൊക്കെ എങ്ങനെയാണ് അതിൻ്റെ അണ്ണ 2 ഉണ്ടാകും. ഇപ്പോൾ കൊറോണ സമയത്തിൽ ഒരെണ്ണം വീണ് മരിച്ചുപോയി. അത് വർഷം കൊണ്ട് അണ്ണ ഇപ്പോൾ ഒരു 6-7 മാസം കൊണ്ടായിരുന്നുള്ളൂ. 1 കൊല്ലം അടുപ്പിച്ചായി. നമ്മൾ കിട്ടുന്ന ഭാഗത്തിൽ ഒരു ഭാഗം വായില്ലാ ജീവനത്തിന് ഞാൻ കൊടുക്കും. ചായത്തട്ട് നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്നതിൽ ഒരു ഭാഗം വായില്ലാ ജീവൻ മൃഗങ്ങൾക്കും അതുപോലെ തന്നെ പക്ഷികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലൊരു സൽക്കർമ്മമാണ് ചെയ്യുന്നത്. വളരെ വിചിത്രമായ ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഈ നാട്ടുകാരൊക്കെ പൂർണ്ണ സപ്പോർട്ടുണ്ടോ? എല്ലാവരും സപ്പോർട്ടുണ്ട്. എല്ലാവരും എന്നെ ഇപ്പോൾ വിളിക്കുന്നത് കാക്കാമുരുകാന്നാണ് വിളിക്കുന്നത്. ഒരു പേരൂടെ കിട്ടി, കാക്കാമുരുക എന്നാണ്. അതൊരു സ്ഥാനപ്പേരായിട്ട് കരുതിയിരിക്കും. എവിടെ വന്നാലും നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലകത്ത് ഒന്ന് കാക്കാമുരുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാം. ഇതിന് ഒരു ദിവസം എത്ര ചെലവ് അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഭാഗം മനസ്സറിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിന് ചെലവൊന്നും വെക്കാറില്ല. ഇന്നുവരെ മുടങ്ങിയിട്ടില്ല. എന്തായാലും ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് കാണാനും അതുപോലെയുള്ള ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം ചേട്ടാ.